ഈ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, അതായത് IoT ഡിവൈസുകളിൽ നമുക്ക് 2.4 മാത്രമേ സപ്പോർട്ട് ചെയ്യാറുള്ളൂ. 5G നോർമലി സപ്പോർട്ട് ചെയ്യാറില്ല. അപ്പോൾ എവിടെയാണ് ഒരു പ്രശ്നം എന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു ടെക്നീഷ്യനാണ്, നിങ്ങളൊരു സൈറ്റിൽ പോയിട്ട് ഒരു റൗട്ടർ ഇൻസ്റ്റാളേഷൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു റീപ്ലേസ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ എന്താ ചെയ്യുക, നോർമലി നമുക്കത് ആ വൈഫൈയുടെ പേര് നമുക്ക് ക്ലോൺ ചെയ്തിടാൻ പറ്റും, അല്ലെങ്കിൽ സ്മാർട്ട് കണക്റ്റ് എന്ന് പറയും. അതായത് 2.4ൻ്റെയും 5Gയുടെയും ഒറ്റ പേരായിട്ട് ഇടും, വൈഫൈയുടെയും ഒറ്റ പേരായിട്ട് ഇടും, അതുപോലെ പാസ്വേഡും ഒരു പാസ്വേഡായിട്ട് ഇടും. അപ്പോൾ അങ്ങനെ ഇടുമ്പോൾ ആക്ച്വലി അത് എളുപ്പമാണ്, നമുക്കൊരു സ്വിച്ച് ഓവർ ഓട്ടോമാറ്റിക്കലി ആയിക്കോളും, അതൊക്കെ ശരിയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഡിവൈസുകൾ വർക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. കൂടുതലും ക്യാമറകളിലും ഇതുപോലെ വരാറുണ്ട്. അതുപോലെ തന്നെ പല ഡിവൈസുകളിലും ഈ നമ്മളിത് രണ്ട് പേര് ഒരുമിച്ചിടുമ്പോൾ, അതായത് 2.4 5G നമ്മൾ അതിനകത്ത് ഒരേ പേരിലിടുമ്പോൾ, വൈഫൈയുടെ നെറ്റ്വർക്കിൻ്റെ പേര് ഒരേ പേരിലിടുമ്പോൾ ഈ പറഞ്ഞ IoT ഡിവൈസുകളിൽ ഇത് കാണിക്കില്ല. ഇതെല്ലാത്തിലും ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പല ഡിവൈസുകളിൽ ഇത് കാണിക്കില്ല. പക്ഷേ ജിയോൻ്റെയൊക്കെ ഡിവൈസിലാണ് അത് ഒരു പ്രശ്നമായിട്ട് വരുന്നത്. കാരണം ജിയോൻ്റെ റൗട്ടറിലും മറ്റും മോഡത്തിലും മറ്റും ഇത് മാറ്റാനും പറ്റില്ല, അതായത് രണ്ടാക്കി ഇടാനും പറ്റില്ല. അപ്പോൾ ഇത് കാലക്രമേണ പരിഹരിക്കപ്പെടും. അതായത് IoT ഡിവൈസുകളിൽ എല്ലാത്തിലും ഇപ്പോൾ അങ്ങനെ ഇല്ല. 5G സപ്പോർട്ട് ചെയ്യുമെന്നല്ല ഞാൻ പറഞ്ഞു തന്നത്, 2.4 ആണ്. പക്ഷേ എന്നാലും ഈ ഒരു ബാൻഡ് വിത്ത് ഒന്നാക്കി ഇടുമ്പോൾ, അതായത് 2.4നെയും 5Gനെയും ഒന്നാക്കി ഇടുമ്പോൾ ഇത് രണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് മനസ്സിലാക്കി അതിനകത്ത് 2.4 എടുത്ത് കണക്ട് ചെയ്യുന്ന ആ ഒരു അപ്ഡേഷനാണ് ഇപ്പോൾ നോർമലി IoT ഡിവൈസുകളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും കൂടുതൽ ഡിവൈസുകളിലും ഇത്തരത്തിൽ സപ്പോർട്ട് ചെയ്യാത്ത ഡിവൈസുകളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ടെക്നീഷ്യനാണ്, ഒരു സൈറ്റിൽ പോയി ഒരു റൗട്ടർ ഇൻസ്റ്റലേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ സാധിക്കുമെങ്കിൽ ഇത് സെപ്പറേറ്റ് നെയിമായിട്ട് തന്നെ ഇടുക. 2.4ൻ്റെയും 5Gയുടെയും സെപ്പറേറ്റ് വൈഫൈ നെയിമായിട്ട് തന്നെ തൽക്കാലം ഇടുന്നതായിരിക്കും നല്ലത്. ഭാവിയിൽ ഈ IoT ഡിവൈസുകൾക്ക് ഈ അപ്ഡേഷൻ വന്ന് ഈ ഒരു 5Gയും 2.4നെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് അതിനകത്ത് 2.4 ഉപയോഗിക്കത്തക്ക ഒരു അപ്ഡേഷനിലോട്ട് വന്നതിന് ശേഷം നമുക്ക് പിന്നെ എങ്ങനെ വേണമെങ്കിലും കോൺഫിഗറേഷൻ ചെയ്യാൻ കുഴപ്പമില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു കസ്റ്റമർ അടുത്ത് പോകുമ്പോൾ കസ്റ്റമറോട് ചോദിക്കുക, ഇത്തരത്തിലുള്ള ക്യാമറകളോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഡിവൈസുകളോ ഓട്ടോമേഷൻ ഡിവൈസുകളോ ഒക്കെ ഇത്തരം വർക്ക് ചെയ്യുന്ന ഡിവൈസുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ചോദിച്ചിട്ട് ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് രണ്ട് പേരാക്കി തന്നെ ഇടുക.